അഭിലാഷ് പിള്ളയുടെ പേര് കണ്ടിട്ടാണ് നമ്മൾ ഈ പടം കാണാൻ വന്നത് തന്നെ. നല്ലൊരു റൈറ്ററാണ്, ഉയർന്നു വരുന്ന നല്ലൊരു റൈറ്ററാണെന്ന് ഈ പടം കൂടെ കൊണ്ട് നമ്മൾ തെളിയിച്ചിരിക്കുക. പടം കുഴപ്പമില്ല ബ്രോ, അത്യാവശ്യം ഡീസന്റ് ത്രില്ലറാണ്. അർജുന അശോകനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇമോഷണൽ കുഴപ്പമില്ല, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ല പടമാണ്. ഒരു നല്ല സിനിമയാണ്. നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ചിത്രം. അങ്ങനെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ അത് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. എന്തായാലും അറിയാലോ, നടന്ന സംഭവത്തിൽ നമുക്ക് പിന്നെ അധികം കുത്തിക്കയറ്റാനൊന്നും പറ്റില്ല. ഒരു നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അഭിലാഷ് പിള്ളയുടെ ഒരു നല്ല തിരക്കഥയാണ്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം. ഭയങ്കര ട്വിസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല മൂവിയായിരുന്നു. ഡയറക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ത്രില്ലിംഗ് ഒക്കെ മൊമെന്റ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഓവറോൾ പടം കുഴപ്പമില്ല. എന്തായാലും ഒരു ഇതാണല്ലോ, ഒരു ക്രൈം സ്റ്റോറി ആണല്ലോ. അപ്പൊ എന്തായാലും ആദ്യം തൊട്ട് അവസാനം വരെയും നമ്മളൊരു ത്രില്ല് അടുപ്പിക്കുന്ന രീതിക്കാണ് എന്തായാലും ആക്ട് ചെയ്തിരിക്കുന്നത്. വിഷ്ണു വിനയുടെ ഒരു നല്ലൊരു പുള്ളിയുടെ ഒരു ഫസ്റ്റ് വർക്ക് എന്നുള്ള രീതിക്ക് നല്ലൊരു പടമാണ്. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. അർജുൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് കുഴപ്പമില്ല. പിന്നെ നല്ല ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടൈപ്പ് പോലെ തോന്നി. നല്ല പടം, നല്ല ഒഴുക്കില് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല രീതിയിൽ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പടം. ഞാൻ മാത്രമല്ല, എന്റെ വൈഫുണ്ട്. ഒത്തിരി നാൾ കൂടി ഇരുന്ന് വൈഫ് ഡയറക്ഷൻ പുതിയ ആളാണല്ലേ, നന്നായിട്ട് ഡയറക്ട് ചെയ്തു. പുതിയ ആളാണ്. അതൊക്കെ വിനയന്റെ മോനെ. നന്നായിരിക്കുന്നു. അത് പറയേണ്ട കാര്യമാണ്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ അഭിലാഷ് പിള്ളയുടെ പേര് കണ്ടിട്ടാണ് ഈ പടത്തിന് കയറിയത് തന്നെ. പക്ഷെ വിനയൻ സാറിന്റെ മോനാണല്ലോ. നന്നായിരിക്കും, നല്ല പടം. ഞാൻ പറയുന്നത് ഈ പടം കാണണമെന്ന് പറഞ്ഞത്. ഇടി പടങ്ങൾ കാണുമ്പോഴത്തേക്കുള്ള യങ്സ്റ്റേഴ്സിന്റെ ഒരു ത്രില്ലിലാണ് ബാക്കിയുള്ള പടങ്ങളൊക്കെ.